നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാരായണ കവചം എന്നറിയപ്പെടുന്ന ഒരു പവിത്രമായ സംസ്കൃത മന്ത്രത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല കേട്ടോ, മറിച്ച് ധ്യാനത്തിന്റെ വളരെ ശക്തമായൊരു രൂപമായാണ് ഇതിനെ കണക്കാക്കുന്നത്. നമുക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വാചകമാണത്. ശക്തി ചിന്തകളുടെ വഴികളിലൂടെ ഒഴുകുന്നു. ഒരു മന്ത്രം എന്ന ആശയത്തിന്റെ കാതൽ തന്നെ ഇതാണല്ലേ. നമ്മുടെ ചിന്തകളെ ഒരു പ്രത്യേക വഴിയിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിന്റെ ശക്തി അതിലൂടെ ഒഴുകാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാം. എന്താണ് ഈ കവചമെന്നു പറഞ്ഞാൽ? ഇത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ലോഹം കൊണ്ടുള്ള ഒരു പടച്ചട്ടയൊന്നുമല്ല. പിന്നെ എങ്ങനെയാ ചിന്തയും ശബ്ദവും വെച്ച് ഒരു രക്ഷാകവചം ഉണ്ടാക്കാൻ പറ്റുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു തരം ആത്മീയമായ പരിചയമാണെന്ന് പറയാം. കവചം എന്ന വാക്കിന്റെ അർത്ഥം വളരെ ലളിതമാണ്, ഒരു ഷീൽഡ് അല്ലെങ്കിൽ പടച്ചട്ട. പക്ഷേ ഇവിടെ ഇത് ആത്മീയ സംരക്ഷണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു അദൃശ്യമായ കവചം. അപ്പോൾ ഈ ആത്മീയ പരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇതൊരു ഭൗതിക വസ്തു അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്നതും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒന്നാമത്തേത് മന്ത്രത്തിലെ ശബ്ദതരംഗങ്ങൾ. പിന്നെ നമ്മളത് ഉച്ചരിക്കുന്നത്, അതായത് ജപിക്കുന്നത്. മൂന്നാമതായി അതിനടിസ്ഥാനമായ നമ്മുടെ ശ്വാസം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വാക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥം, നമ്മുടെ ചിന്തകൾ. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ആ കവചം രൂപപ്പെടുന്നത്. ഇനി നമുക്ക് നാരായണ കവചം എങ്ങനെ ഉണ്ടായി എന്നതിന്റെ കഥയിലേക്ക് പോകാം. ഭാഗവത പുരാണത്തിൽ നിന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയാണിത്. ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ഈ മന്ത്രത്തിന്റെ പവർ എത്രയുണ്ടെന്ന് ഏകദേശം മനസ്സിലാവും. കഥ തുടങ്ങുന്നത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനിൽ നിന്നാണ്. അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിലായിപ്പോയി. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ത്രിശിരസ് എന്നു പേരുള്ള 3 തലകളൊക്കെയുള്ള ഭയങ്കരനായൊരു അസുരനെയാണ്. ആ അസുരന്റെ ശക്തിക്ക് മുന്നിൽ ഇന്ദ്രൻ ശരിക്കും നിസ്സഹായനായിപ്പോയി. ആ അസുരന്റെ മുന്നിൽ ഇന്ദ്രന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. ഇനി രക്ഷയില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ നിൽക്കുന്ന ആ നിർണായക നിമിഷത്തിലാണ് ഒരു രക്ഷാമാർഗമായി ഇന്ദ്രന് നാരായണ കവചം ഉപദേശമായിട്ട് കിട്ടുന്നത്. ആ വെല്ലുവിളിയെ നേരിടാനുള്ള ഒരു ഉപാധിയായിട്ടാണത് വരുന്നത്. അപ്പോൾ ആ ഉപദേശം കിട്ടിയ ശേഷം എന്ത് സംഭവിച്ചു? ഫലം ശരിക്കും അവിശ്വസനീയമായിരുന്നു. ഇന്ദ്രൻ നാരായണ കവചം ധ്യാനിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ബലഹീനതയൊക്കെ മാറി ആ സ്ഥാനത്ത് ഭഗവാന്റെ ശക്തി വന്നു നിറഞ്ഞു. അതോടെ ആ അസുരനെ എളുപ്പത്തിൽ തോൽപ്പിക്കാനും പറ്റി. ഇതൊരു വെറും കഥ എന്നതിലുപരി ഒരാളുടെ ഉള്ളിലെ അവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ഈ പരിശീലനത്തിന് കഴിയും എന്നതിന്റെ ഒരു സൂചനയാണ്. ഈ കഥയ്ക്ക് വേറൊരു തലം കൂടിയുണ്ട്. അതാണ് ശരിക്കും രസകരം. ഇതൊരു പ്രതീകാത്മകമായ കഥയാണ്. ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബോധമാണ്. അസുരനോ നമ്മൾ നേരിടുന്ന ഈ ഭൗതിക ലോകവും അതിന്റെ വെല്ലുവിളികളും. ആ അസുരന് 3 തലകളുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ ലോകത്തെ കാണുന്ന 3 രീതികളെയാണ് കാണിക്കുന്നത്. ഞാൻ, നീ, പിന്നെ അവൻ, അവൾ, അത് എന്ന്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്നൊരു പോരാട്ടമാണ്. ഓക്കെ, അപ്പോൾ ഇന്ദ്രനെപ്പോലും രക്ഷിച്ച ഈ പരിചയയുടെ ഉള്ളിൽ ശരിക്കും എന്താണുള്ളത്? ഇതിലെ ശ്ലോകങ്ങൾ എന്താണ് പറയുന്നത്? എങ്ങനെയാണിത് സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നാരായണ കവചത്തിന്റെ ഒരു പ്രധാന രീതി ഇതാണ്. ഓരോ പ്രത്യേക പ്രശ്നത്തിനും അല്ലെങ്കിൽ ഭീഷണിക്കും ഭഗവാന്റെ ഓരോ പ്രത്യേക രൂപത്തെയാണ് ആവാഹിക്കുന്നത്. അതായത് ഒരൊറ്റ ദൈവിക ശക്തിയുടെ പല ഭാവങ്ങളെ പല സാഹചര്യങ്ങളിൽ സഹായത്തിനായി വിളിക്കുന്നു. ഓരോ ഭാവത്തിനും ഓരോ പ്രത്യേക ശക്തിയുണ്ടെന്നാണ് സങ്കല്പം. ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് കുറച്ചുകൂടെ വ്യക്തമാവും. വെള്ളത്തിൽ വെച്ചുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ഭഗവാന്റെ മത്സ്യരൂപത്തെയാണ് ധ്യാനിക്കുന്നത്. അതുപോലെ കാട്ടിലോ യുദ്ധത്തിലോ ഉള്ള പേടി മാറ്റാൻ നരസിംഹരൂപത്തെയും, മലമുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷയ്ക്കായി പരശുരാമനെയും. അങ്ങനെ ഓരോ സാഹചര്യത്തിനും ഓരോ രൂപം. ഇതുവരെ നമ്മൾ ഇത് എന്താണ് എന്നാണ് സംസാരിച്ചത്. ഇനി എങ്ങനെ എന്നതിലേക്ക് വരാം. കാരണം ഇതൊരു കവിത പോലെ വെറുതെ വായിച്ചു പോകേണ്ട ഒന്നല്ല. ഇതൊരു ചിട്ടയായ ആത്മീയ പരിശീലനമാണ്. അതിന് അതിൻ്റെതായ സ്റ്റെപ്പുകളൊക്കെയുണ്ട്. ഇതിന്റെ പരിശീലന രീതി പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് പറയുന്നത്. ഒന്നാമത്തേത് ന്യാസം അഥവാ തയ്യാറെടുപ്പ്. രണ്ടാമത്തേത് ധ്യാനം. പിന്നെ മൂന്നാമതായി പാരായണം. ഈ 3 സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പായ ന്യാസം എന്താണെന്ന് വെച്ചാൽ മന്ത്രത്തിലെ ഓരോ അക്ഷരത്തെയും അതിന്റെ ശക്തിയെയും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലായി സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് മന്ത്രത്തിന്റെ ദൈവിക രൂപവുമായി അലൈൻ ചെയ്യുന്നൊരു പ്രോസസ്സാണിത്. ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ പവിത്രമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ന്യാസം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക രീതിയിലിരുന്ന് ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മന്ത്രം ജപിക്കുകയാണ് വേണ്ടത്. ഇവിടെ വെറുതെ വാക്കുകൾ പറഞ്ഞു പോകുക എന്നതിനേക്കാൾ ആ മന്ത്രത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അതിൽ ലയിച്ച് ജപിക്കുന്നതിനാണ് പ്രാധാന്യം. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ഫലം കിട്ടുന്നത്.
ഇനി നമുക്ക് വീണ്ടും ഇതിന്റെ വലിയ ചിത്രത്തിലേക്ക് വരാം. എന്തിനാണ് ആളുകൾ നാരായണ കവചം പരിശീലിക്കുന്നത്? ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ഭൗതിക തലത്തിലും മറ്റൊന്ന് ആത്മീയ തലത്തിലുമാണ്. അപ്പോ എന്തൊക്കെയാണ് ആ 2 ലക്ഷ്യങ്ങൾ? ഒന്നാമത്തേത് ഭൗതികമായ ലക്ഷ്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ടെൻഷൻ ഇതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കണ്ടെത്തുക. രണ്ടാമത്തേത് അതിലും വലുതാണ്. അതൊരു ആത്മീയ ലക്ഷ്യമാണ്. സ്വയത്തിൽ നിന്നുള്ള ഒരുതരം വിമോചനം. ഈ മഹത്തായ വിമോചനം എന്നു പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഞാൻ എന്ന ചെറിയ ബോധം ഇല്ലാതായി പ്രപഞ്ചബോധവുമായി ഒന്നായിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തിക്ക് പകരം ദൈവികമായ ഒരനുഭവം മാത്രം നിലനിൽക്കുന്ന അവസ്ഥ. ഈ പരിശീലനത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് കാണിക്കാൻ ഒരു കഥ കൂടി പറയുന്നുണ്ട്. ചിത്രരഥനെന്നു പേരുള്ള ഒരു ഗന്ധർവ രാജാവിന്റെ കഥയാണിത്. കേൾക്കാൻ നല്ല രസമുള്ളൊരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. ചിത്രരഥൻ രാജാവ് തന്റെ വിമാനത്തിൽ ആകാശത്തൂടെ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്നൊരു സ്ഥലത്ത് വെച്ച് വിമാനം നിന്നുപോയി. മുന്നോട്ടു പോകുന്നില്ല. എന്തു പറ്റിയെന്ന് നോക്കിയപ്പോൾ ആ വിമാനം നിശ്ചലമായത് ഈ മന്ത്രസിദ്ധിച്ച ഒരു സന്യാസി മരിച്ചുപോയൊരു സ്ഥലത്തിന് നേരെ മുകളിലായിരുന്നു. ആ സന്യാസിയുടെ സാധനയുടെ ശക്തി അവിടെ തങ്ങി നിന്നതുകൊണ്ടാണ് വിമാനം നിന്നത് എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ ശക്തി ഭൗതിക ലോകത്തെ വരെ സ്വാധീനിച്ചു. അതായത് പരിശീലകന്റെ ജീവിതത്തിന് ശേഷവും ആ മന്ത്രത്തിന്റെ ശക്തി ആ സ്ഥലത്ത് നിലനിൽക്കുമെന്നാണ് ഈ കഥ പറയുന്നത്. അതൊരു ഊർജ്ജമായി അവിടെ തുടരുന്നു. അവസാനം ആ രാജാവ് താഴെയിറങ്ങി ആ പുണ്യസ്ഥലത്ത് ധ്യാനിച്ചതിനു ശേഷമാണ് വിമാനത്തിന് വീണ്ടും യാത്ര തുടരാൻ കഴിഞ്ഞത്. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. ഒരുപക്ഷേ ഏറ്റവും വലിയ പരിച നിങ്ങളെ സംരക്ഷിക്കേണ്ടത് പുറത്തുള്ള ലോകത്തിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പരിമിതികളിൽ നിന്നാണെങ്കിലോ? യഥാർത്ഥ സംരക്ഷണമെന്നത് നമ്മുടെ ഉള്ളിലെ പരിമിതികളെ മറികടക്കുന്നതാണ് എന്നൊരു ചിന്തയോടെ നമുക്ക് നിർത്താം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു. വീണ്ടും കാണാം. നന്ദി.